മൂന്നാം ദിക്കടിൽ നിന്നും പൊന്നും പുഴക്ക് പോലെ പൊട്ടിപ്പിളർന്നുണ്ടായി. അന്ന് ദുഷ്ടപരിപാലനം നടത്തി ശിഷ്ടന്മാരെ പരിപാലിക്കാനായിക്കൊണ്ട് ഓരോ അവതാര രൂപത്തിലിരിക്കുന്നതായ കാലനേരത്തിങ്കൽ അവിടെ നിലനിൽക്കണമെന്ന് കരുതി ഞാൻ എല്ലായിടത്തും ഇരിക്കാൻ പീഠവും പൊടിപ്പാനായുധവും തന്നിരിക്കുന്നതായ എല്ലാ സർവാധാരമായി കൈയെടുത്തു ഞാൻ. അന്ന് അറിഞ്ഞുവല്ലോ എന്റെ പൊന്നാരത്തെ ചേർന്നിരിക്കുന്നതായ അനുഭവത്തിന്റെ അകത്ത് കൈയെടുത്തു എന്റേതായിരിക്കുന്നതായ സന്നിധി ആധാരമായി മുഖാന്തിരിക്കുന്നതായ അമ്മയുടേതായിരിക്കുന്ന വടിത്തട്ടിലേക്ക് പാറിപ്പറന്ന് കൈയെടുത്തു. അന്ന് എന്റെ പൊന്നാരത്തച്ഛൻ്റെതായിരിക്കുന്ന അടുക്കും ചിട്ടയും കോലും കുറിസ്ഥാനവും ആചാരവും ഒക്കെയും കണ്ട് പൊതിപിടിച്ചു വന്നിറക്ക് അന്ന് തുടുനാട് ഉപേക്ഷിച്ചു ഞാൻ.